ഗീതൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടും കയ്പില്ലാത്ത ഒരു പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. പാവയ്ക്ക എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെയും മുഖം ചൊളിയും. പക്ഷേ ഇത് ഒട്ടും കയ്പില്ല. അതിനൊരു പാവയ്ക്കയും ഒരു സവാളയും 2 പച്ചമുളകും ഒരു പിടി കറിവേപ്പിലയാണ് വേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം നമ്മൾ ഈ നുറുക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കയ്പൊക്കെ പകുതിയും പോകും. പിന്നെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി ഒരു പിടി തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. എളുപ്പം വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡറാണ്, അതും ചേർത്ത് പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പം 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഈ മസാലയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് പാവയ്ക്കയിലോട്ട്. അത് കഴിഞ്ഞ് മൂടി തുറന്ന് നമ്മളിത് നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളി കയ്പില്ലാത്ത പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പടവലങ്ങയും പരിപ്പും ചേർത്തൊരു കറി ഉണ്ടാക്കാം. അതിന് ഒരു ചെറിയ പടവലങ്ങ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ തോരൻ പരിപ്പ് എടുക്കുക. ഇത് രണ്ടും നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു 3-4 വിസിലടിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. പരിപ്പ് കുതിർത്തതാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും, ഇല്ലെങ്കിൽ ഒരു 5-6 വിസിൽ വേണ്ടി വരും. ഈ സമയം കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കാം. തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ നല്ലപോലെ അരച്ച് ഈ വേവിച്ച കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർക്കുക, ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കുറുകി വരും. അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കടുകും കൂടെ വറുത്തൊഴിക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് തക്കാളി കൊണ്ട് ഒരു പച്ചക്കരച്ച കറി ഉണ്ടാക്കാം. അതിന് തക്കാളിയും പച്ചമുളകും സവാളയും വേണം, പിന്നെ ഒരു അരമുറി തേങ്ങ വേണം. തക്കാളിയും പച്ചമുളകും സവാളയും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. ഇനി ഒരു മൺചട്ടിയിലേക്ക് ഈ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളകും തക്കാളിയും സവാള നുറുക്കിയതും ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തേങ്ങ നന്നായിട്ട് അരച്ച് അതും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കുക. അതിനുശേഷം അതിനെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പിൽ വെച്ച് തിളയ്ക്കുക. ഒരു മൂടി വെച്ച് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കറിക്ക് പാകത്തിന് ചാറായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് നേരം കൂടി ഇരുന്ന് തിളച്ച് വറ്റും. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി കുറച്ച് ചാറുള്ളപ്പോൾ തന്നെ അത് കറി ഇറക്കി വെക്കണം. ഇതൊരുപാട് വെള്ളം പോലത്തെ കറിയല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി റെഡിയായി കഴിഞ്ഞു.